ഹലോ എവരി വൺ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ ചെടികളൊക്കെ കാണിച്ചത്. ഞാൻ സാധാ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ചെടികളൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആകാശമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റാണ് കേട്ടോ. അപ്പം ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ, പിന്നെ നമ്മൾ ചെടികൾ എൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ചെടികളാണ് കേട്ടോ കാണിച്ചിരുന്നത്. പിന്നെ ഇവിടെ റോസ് ഉണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ വെച്ച പൂച്ചെടികൾ കാണിച്ചു തരാം. പൂച്ചട്ടികൾ എന്നാണ് പറയാൻ പോന്നെ. പൂച്ചെടികൾ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ ഓരോ ചെടികളുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നത് ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയുന്ന ഇതിലെല്ലാം ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പൊറുക്കപ്പെടുക. അങ്ങനെ ഇതാ നമ്മൾ ചെടികളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെടികളുണ്ട്. കറ്റാർ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കള്ളാസ് പൂ, അങ്ങനെ എന്തെല്ലാം ചെടികളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ മറ്റേ സൈഡിൽ ചെടിയാണ് കാണിച്ചിരുന്നത്. ഇത്ര ഉള്ളൂ മറ്റേ സൈഡിൽ ചെടികൾ. അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടില്ല, വെള്ളമില്ലാണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പിന്നെ ഞാൻ എൻ്റെ അടുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാത്തതോട് ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ പൊട്ടറ്റോ ചിപ്സ്, ഇതിന് കേങ്ങ് വറുത്തത് എന്ന് പറയും കേട്ടോ. പിന്നെ ഞാനും എൻ്റെ അനിയനെല്ലാം കൂടിയിട്ട് നടക്കാൻ ഇറങ്ങി. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒന്ന് നടക്കാനൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം രാത്രി വരെ ഉള്ളതും ഉണ്ട്, ഈവനിങ് വരെ ഉള്ളതുണ്ട്. ഞാൻ ഈവനിങ് വരെ ഇപ്പം എടുത്തിട്ടില്ലു. രാത്രി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വൈകുന്നേരം വരെ ഉള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ലു, ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചില ആളുകളൊക്കെ രാത്രി വരെ ഉള്ളത് ഇടാറുണ്ട്. ശരിക്കും എങ്ങനെയെന്ന്, രാത്രി വരെ ഉള്ളതാണോ ഈവനിങ് വരെ ഉള്ളതാണോ ശരിക്കുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിനൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ നടന്ന് പോവാണ്. ഈ സ്ഥലത്താണ് ഫാം ഇടുന്നത്. ഫാം ഇപ്പം നടപ്പിലൊന്നുമില്ല. അതൊക്കെ പശുക്കളൊക്കെ അസുഖങ്ങളായ പശുവിനെ കൊണ്ടുപോയിട്ട് ഇപ്പം അവിടെ നടക്കുന്നൊന്നുമില്ല. ഇപ്പം മൊത്തം പൊളിഞ്ഞിട്ട് ഈ ഒരു വെള്ള പൈപ്പൊക്കെ മുകളിലൊക്കെ ഇട്ടിട്ട് കാണുന്ന ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഫാം. ഇതാ തോട്ടിലൊക്കെ നല്ലോണം പാവിയുണ്ട്. നമ്മൾ ഇതാണ് കേട്ടോ ഫാം. ഞാൻ പറഞ്ഞതല്ലേ ഇപ്പം അത് നടക്കുന്നൊന്നുമില്ല എന്ന് ഫാം. അങ്ങനെ നമുക്ക് ഫാമൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന കേട്ടോ ഫാം. അത് രണ്ടും മറ്റേ പൊടി പോയിട്ടുണ്ട്. അതേപോലെ ചെറിയ ശബ്ദങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊറുക്കപ്പെടുക. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ്. അവിടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെയാണ് ഞാൻ ഈ ആകാശം കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആകാശം നല്ല അട്ടിയട്ടിയായിട്ടല്ല, താഴെ മാത്രം ഇങ്ങനെ മേഘങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞാൻ രസിച്ചു. പിന്നെ ഇവിടെയാണ് കേട്ടോ ചെമ്മീൻ കണ്ടി വരുന്നത്. ഇത് ഫാമിൻ്റെ അടുത്തുള്ള പാലാണ്. ചെറിയ എൻ്റെ അനിയനെല്ലാം കൂട്ടിയിട്ട് പോയല്ലോ. അപ്പം ചെറിയ ഓരോ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ അതൊക്കെ കണ്ടു. ഇവിടെയാണ് കേട്ടോ ചെമ്മീൻ കണ്ടി ഉള്ളത്. ചെമ്മീൻ കണ്ടി ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. ഇവിടെ ഒരു വലിയ മാവുണ്ട് കേട്ടോ. മാവിൻ്റെ അടുത്ത് പശുക്കളെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. അത് ഇടയ്ക്കുന്ന് മുട്ടിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ചെറിയ മുട്ടുന്നതും തട്ടുന്നതൊക്കെ വെച്ചുണ്ടാവും. ഞാൻ ആദ്യം വീഡിയോ എടുത്ത ശേഷം എഡിറ്റ് ചെയ്ത് വെച്ചാണ്. എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ടൈമുമാണ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നമ്മളിങ്ങനെ വെറുതെ നടക്കുന്ന കേട്ടോ. അങ്ങനെ വലിയ ഇതൊന്നുമില്ല.
പിന്നെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വെയിലില്ല കേട്ടോ. വെയിൽ നമ്മളെ തെങ്ങും തോപ്പായയുടെ അത്ര വെയിലില്ല, നല്ല സുഖമായിട്ട് നടക്കാം, പുറത്തൊക്കെ ഇറങ്ങി നടക്കാം. ഇവിടെയൊക്കെ മതിലിട്ടിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ സൈഡിൽ. അപ്പുറവും ഒരു സ്ഥലമാണ്, പിന്നെ തോടിൻ്റെ ഭാഗത്തും ഒരു സ്ഥലമാണ്. ഇവിടെ റോഡിൻ്റെ ഭാഗത്ത്, അപ്പുറം തോടിൻ്റെ ഭാഗത്ത്. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയുള്ള റോട്ടിലൂടെയാണ് കേട്ടോ നമ്മളിപ്പം നടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് ഹോം ടൂർ ഇടാം. നോക്കാം നമുക്ക് ഹോം ടൂർ ഇടാൻ കഴിയുമെന്ന്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലില്ലേ, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യണേ, അത് മറക്കാണ്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റത്തെ നടത്താണ്ട്. ഇത് ഇപ്പം കുറച്ച് സ്ലോ ആയിട്ടാണ് നടക്കുക. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ചളിയിലൂടെ പതിയെ പോകാൻ കഴിയും. അപ്പം നമ്മളിതാ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇതാ ഇവിടെയൊക്കെ തെങ്ങും തോപ്പ് ഒക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിതാ നടന്ന് പോയിട്ടിരിക്കുന്നത്. അപ്പം ഇതാ നമ്മൾ നടന്ന് പോയി. ഇവിടെയൊക്കെ ഒരു കണ്ടാണ് കേട്ടോ, കണ്ടാണ്. അതുകൊണ്ട് മൊത്തം ചളി കയറിയിന്. പിന്നെ നമ്മളിതാ തിരിച്ചു നടന്നു. ഞാനൊരു മയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മയിൽ ഇവിടെ അധികം ഉണ്ടാവലുണ്ട്. ഇവിടെ ഒരു കാടൊക്കെ ആയതുകൊണ്ട് അധികം ഇവിടെ മയിലൊക്കെ ഉണ്ടാവലുണ്ട്. മയില, പിന്നെ ആഫ്രിക്കൻ കൊച്ച, കറുപ്പും വെള്ളയായിട്ടുള്ള ആഫ്രിക്കൻ കൊച്ച, അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ ഇത് കുറച്ച് വലിയ വീഡിയോ ആയിപ്പോയി കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഒരു വലിയ വീഡിയോ ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ വലുത് വേണം, അത്ര ചെറുതും പറ്റില്ല, അത്ര വലുതും പറ്റില്ല, കണക്കായ രീതിയിൽ വേണം. പക്ഷെ എൻ്റെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഫസ്റ്റ് ടൈമല്ലേ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.